Good afternoon. Good afternoon, Miss. Okay, good afternoon. Good afternoon, Miss. Okay. A batch കുട്ടികളുണ്ടോ? 9A എന്നുള്ള കുട്ടികൾ ഇപ്പൊ PG തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് എയും ബിയും കൂടി ജോയിൻ ചെയ്തല്ലോ. അപ്പൊ A ബാച്ചിനുള്ള കുട്ടികൾ കയറിയിട്ടുണ്ടോ? ഉണ്ട് മിസ്. ഓക്കെ. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയാ ക്ലാസ്സിൽ കയറാൻ. ക്ലാസ് മിസ്സാക്കണ്ടെന്ന് പറയണം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ ഈ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഏതായിരുന്നു ചാപ്റ്ററിന്റെ പേര്? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ മൊഡ്യൂള് 4 ഫസ്റ്റ് ചാപ്റ്റർ ആണ് മെഡിക്കൽ ഇൻഷുറൻസ്. നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട്, ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ജസ്റ്റ് മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, ഫസ്റ്റ് ചോദിക്കുന്നത് ആരാണ് ഇൻഷുറർ? ആരാണ് ഇൻഷുറർ? ക്ലയന്റോ? ഇൻഷുറൻസ് കമ്പനി. ഇൻഷൂർ കമ്പനി. ഇൻഷുറൻസ് കമ്പനി കേട്ടോ, ഒന്ന് തിരുത്തി വെച്ചേക്കണം. ഇൻഷുറൻസ് കമ്പനിനെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയുന്നത്. ഇൻഷ്യൂർഡ് ആണ് ക്ലയന്റ്. ചിലപ്പോൾ പ്രൊണൗൺസിയേഷൻ കറക്റ്റ്. ഇൻഷ്യൂർഡിനെയാണ് നമ്മൾ എന്ത് പറയണ? ക്ലയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താ? പ്രീമിയം മന്ത്ലി പേയ്മെന്റ്. ഫിക്സഡ് എമൗണ്ട്. നമ്മൾ അടയ്ക്കുന്ന ഫിക്സഡ് എമൗണ്ട്. ഓക്കെ, ഫിക്സഡ് എമൗണ്ട് നമ്മൾ പേ ചെയ്യും. അതിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ദെൻ ക്ലെയിമോ? അസുഖമോ ആക്സിഡന്റ് സംഭവിച്ചാൽ കിട്ടുന്ന നഷ്ടപരിഹാരമാണ്. നഷ്ടപരിഹാരമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് ഫേംസ്, കോമൺ ആയിട്ടുള്ള ഇൻഷുറൻസ് ഫേംസുകൾ ഇന്ത്യയിലുള്ളത് അത് നോക്കി. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് ഇൻഷുറൻസ് സ്കീം ആണ് ലാസ്റ്റ് നോക്കി എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ? അല്ലേ, ഓർമ്മയില്ലേ? ഓക്കെ, അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന എക്സ്പെൻസുകൾ ഏതെല്ലാമാണെന്നാണ് നോക്കുന്നത്. ഈച്ച് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ദ പ്ലാൻ ദാറ്റ് കവർ വേരിയസ് എക്സ്പെൻസ്. അപ്പൊ ഓരോ ഇൻഷുറൻസ് കമ്പനീസിനെയും അനുസരിച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കവർ ചെയ്യുന്ന എക്സ്പെൻസുകളിൽ കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. ചില ഇൻഷുറൻസ് കമ്പനി ഈ പറയുന്ന എല്ലാ എക്സ്പെൻസും എന്ത് ചെയ്യില്ല, കവർ ചെയ്യില്ല. അപ്പൊ അവരത് എടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ, ഇന്നതൊന്നും നമ്മൾ കവർ ചെയ്യില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത് മൊഡ്യൂൾ 4 ഫസ്റ്റ് ചാപ്റ്റർ ആണ്. മൊഡ്യൂൾ 4 ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇനി പഴയ സിലബസ് ആണെങ്കിൽ അവർക്ക് എനിക്ക് തോന്നുന്നു 16th ചാപ്റ്റർ ആണ്. സെക്കൻഡ് മൊഡ്യൂളിലെ 16th ചാപ്റ്റർ ആണ്. എല്ലാവർക്കും ചാപ്റ്റർ കിട്ടിയോ? ഓക്കെ, ആദ്യം നമ്മൾ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്ന എക്സ്പെൻസുകൾ ഏതെല്ലാമാ നോക്കാം. ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് പേ ചെയ്യുന്ന എക്സ്പെൻസ് ആണ്. എക്സാമ്പിൾ റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസ്, ICU ചാർജ്, ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഫീ, സർജറിക്ക് വരുന്ന കോസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ്. നമുക്ക് മറ്റെന്തെങ്കിലും സർജിക്കൽ ടൂൾസുകൾ ആവശ്യം വന്നിട്ടുണ്ട്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് ആവശ്യം വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം എമൗണ്ട് ആര് കവർ ചെയ്യും? ഈ പറഞ്ഞിട്ടുള്ള എക്സ്പെൻസിന്റെ ഒക്കെ എമൗണ്ട് ആര് കവർ ചെയ്യും? ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യും. നോക്കാം, ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, in case the patient is hospitalized due to injury or illness. നമ്മളൊരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഇൽനെസ് എന്തെങ്കിലും അസുഖം മൂലമാവാം. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് ഇൻ യുവർ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. അങ്ങനെ നമുക്ക് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട്. ഈ പറഞ്ഞ ഇഞ്ചുറി, ഇൽനെസ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ the hospitalization expenses will be met by insurer. നമ്മുടെ ഇൻഷുറർ ആരാണ്? ഇൻഷുറൻസ് കമ്പനി മെറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകളാണ് ഈ പറയുന്നത്.
hospitalization expenses will be met by insurance. ഏതൊക്കെയാണ്? റൂം റെന്റ്, ഇൻഷുറൻസ് എക്സ്പെൻസസ്, ICU charge, doctor's consultation, surgery, other costs like surgical tools, diagnostic material, etc. ഈ പറഞ്ഞിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ ആര് മെറ്റ് ചെയ്തോളും? ഇൻഷുറർ മെറ്റ് ചെയ്തോളും. അത് ഇതിന്റെ എക്സ്പെൻസിന്റെ ഒക്കെ എമൗണ്ട് ആര് തരും? നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരും. ഇനിയാണ് പറയുന്ന അടുത്തൊരു പോയിന്റ് ആണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് വരുന്ന ചെലവുകൾ. ശരിക്കും അങ്ങനെ കുറച്ച് എമൗണ്ട് വരാറുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ്, ആർക്കെങ്കിലും പേജ് നമ്പർ അറിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമോ? ഓക്കെ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് വരുന്ന ചെലവുകളാണ്. ചിലപ്പോൾ ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ആവാം, നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഫീ. ഇനി നമുക്ക് എന്താണ് അസുഖം എന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് കുറച്ച് ടെസ്റ്റുകളും അതേപോലെ സ്കാനോ മറ്റെന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട്. അല്ല, അതേപോലെ പ്രൈമറി പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സർജറീസോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ വരുന്ന ചെലവുകളെയാണ് നമ്മൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. എന്താണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്? നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് വരുന്ന, അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് വരുന്ന ചെലവുകൾ. ഇത് നമ്മുടെ ഇൻഷുറൻസ് കവറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് കവറിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നോക്കാം. Pre-hospitalization expense, all medical expense incurred before the patient is hospitalized. നമ്മളുടെ പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിന് മുമ്പ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് ഇൻകർ ചെയ്തിട്ടുള്ള, നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസുകളാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. Up to the period specified earlier are covered in insurance plan. ഇപ്പൊ ഇൻഷുറൻസ് പ്ലാനിൽ ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് 3 മാസം വരെയുള്ള എക്സ്പെൻസ് ഇൻഷുറൻസ് കമ്പനി മെറ്റ് ചെയ്തോളാന്ന് പറഞ്ഞാൽ ആ ഒരു 3 മാസത്തെ എക്സ്പെൻസുകൾ നമ്മൾ കൊടുക്കേണ്ട ഇൻഷുറൻസ് കമ്പനി നമുക്ക് പേ ചെയ്യും. കാരണം അവർ പറഞ്ഞിട്ടുണ്ടാവും, സ്പെസിഫൈഡ് ചെയ്തിട്ടുണ്ടാവും എത്ര നാള് വരെയുള്ള എക്സ്പെൻസുകളാണെന്ന് അവർ സ്പെസിഫൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള എക്സ്പെൻസ് നമുക്ക് ഇൻഷുറൻസ് പ്ലാനിൽ കവർ ചെയ്യാൻ പറ്റും. നോക്കാം. All medical expenses incurred before the patient is hospitalized up to the period specified earlier, മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവണം, are covered in insurance plan. നമ്മുടെ ഇൻഷുറൻസ് പ്ലാനിൽ അത് കവർ ചെയ്യും എന്നും കൂടി പറയണം. ഏതെല്ലാമാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്? നമുക്ക് വരുന്ന പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളാണ്. ദീസ് കൺസിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, പ്രൈമറി പ്രൊസീജിയർ, പ്രിവെന്റീവ് സർജറി, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, മെഡിസിൻസ് എക്സെട്ര. നമ്മുടെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കുന്ന ഫീസ്. ഇനി മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അസുഖമാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വരുന്ന ചെലവ്. മറ്റെന്തെങ്കിലും പ്രൈമറി പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ പ്രിവെന്റീവ് സർജറീസോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ടെസ്റ്റുകൾ. ദെൻ മെഡിസിൻസ് ഒക്കെ നമ്മൾ ഏതിൽ ഇൻക്ലൂഡഡ് ആണ്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷനും കാര്യങ്ങൾ പറഞ്ഞു, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് പറഞ്ഞു. ദെൻ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. ഇനി അടുത്ത് എന്താണ്? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വിട്ടുപോയി, അതിനുശേഷം അദ്ദേഹത്തിന് വരുന്ന ചെലവുകൾ ഉണ്ടാവും. ചിലപ്പോൾ എന്താണ് ഫോളോ അപ്പ് ചെക്കപ്പ്, അപ്പൊ വരുന്ന കൺസൾട്ടേഷൻ ഫീ, പിന്നെ ഡയഗ്നോസിസ് ടെസ്റ്റ്, ഈ അസുഖം മാറിയോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കേണ്ടി വരും. പിന്നെ മെഡിസിൻസോ മറ്റ് തെറാപ്പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ചെലവും നമ്മൾ ഈ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഇൻഷുറൻസ് പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും കൂടി മീറ്റ് ചെയ്തോളാം എന്ന് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും പിന്നെ വരുന്ന ചെലവുകൾ അവർ ആരും മീറ്റ് ചെയ്തോളും? ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്തോളും. നമുക്ക് നോക്കാം. All the cost incurred in patient care and medicine after a patient is discharged from the hospital. നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തു പോയി, up to the period specified earlier, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും. 1 വർഷം വരെയുള്ള പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തോളാം, അല്ലെങ്കിൽ 6 months വരെയുള്ള പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തോളാം. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി നമുക്ക് പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ
നമ്മുടെ അഗ്രിമെന്റിൽ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ after the patient is discharged from the hospital up to the period specified earlier are included in health insurance. നമ്മൾ എടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം പ്രകാരം ഈ പറഞ്ഞ എക്സ്പെൻസ് മീറ്റ് ചെയ്തോളാം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് വരാണെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ദീസ് കൺസിസ്റ്റ് ഓഫ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ. നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ വീണ്ടും ഫോളോ അപ്പ് ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ വരുന്ന കൺസൾട്ടേഷൻ ഫീ. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ചില അസുഖങ്ങളുണ്ട്, ഇപ്പൊ ക്യാൻസർ ഒക്കെ പോലെ ഉള്ള അസുഖങ്ങൾ നമുക്ക് ഒരാൾക്ക് ഒരു പ്രാവശ്യം വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞത് റിക്കവർ ആയാലും ഇടയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് വീണ്ടും വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ടെസ്റ്റുകൾ. മെഡിസിൻസ് നമ്മൾ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന മെഡിസിൻസ്, അതിന്റെ കോസ്റ്റ്, തെറാപ്പി, ഡ്രഗ്സ്, മറ്റെന്തെങ്കിലും മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ ഇപ്പൊ സ്ട്രോക്ക് ഒക്കെ വന്ന ആളാണെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് സ്ട്രോക്ക് ഒക്കെ അല്ലെങ്കിൽ റിക്കവർ ചെയ്ത് പേഷ്യന്റ് പോയി, എന്നാലും വല്ല ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ വേണ്ടി അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ട്രീറ്റ്മെന്റിനും നമുക്ക് എന്ത് കിട്ടും, ക്ലെയിം കിട്ടും. അത് ഏത് ഹെഡിന്റെ കീഴിലാണ് നമ്മൾ ആ ക്ലെയിം എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ക്ലെയിം അലോ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ആംബുലൻസ് ചാർജ്. നമ്മുടെ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വലിയൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴായാലും, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവർ ചെയ്ത് പേഷ്യന്റിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോഴായാലും, ഡിസ്ചാർജ് ആയി പോകുമ്പോഴും നമുക്ക് എന്ത് വരുന്നുണ്ട്, ആംബുലൻസ് ചാർജ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പെൻസും കൂടി നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് സ്കീമിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന ചെലവും കൂടി ഞങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് അതും കൂടി ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. Ambulance charge health insurance plan will also cover the cost involved in shifting the patient to the hospital by an ambulance. നമ്മുടെ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വലിയ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ചെലവുകളെ, അങ്ങനെ വരുന്ന ചെലവ് ആംബുലൻസ് ചാർജസ് വരാണെങ്കിൽ അത് ആര് മീറ്റ് ചെയ്തോളും? ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്തോളും. ഓക്കെ, ഞാൻ 4 പോയിന്റ്സ് പറഞ്ഞു. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ പറഞ്ഞു. നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് വരുന്ന ഇഞ്ചുറിയോ അല്ലെങ്കിൽ ആക്സിഡന്റ്സോ അല്ലെങ്കിൽ ഇൽനെസ് മൂലം നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് അഡ്മിറ്റ് ആയി, അപ്പൊ വരുന്ന എക്സ്പെൻസുകൾ ആര് മീറ്റ് ചെയ്യും? ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്തോളും. എക്സാമ്പിൾ പറഞ്ഞത് റൂം റെന്റ്, നേഴ്സിംഗ് എക്സ്പെൻസ്, ICU ചാർജ്, ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഫീ, സർജറി കോസ്റ്റ്, മറ്റ് എന്തെങ്കിലും ചെലവുകൾ. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് ആ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ചെലവായിട്ടുള്ള പൈസകൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് അധികാരമുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര പീരീഡ് വരെയുള്ള എക്സ്പെൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, പ്രൈമറി പ്രൊസീജിയേഴ്സ്, പ്രിവെന്റീവ് സർജറിയോ ഡയഗ്നോസിസ് ടെസ്റ്റോ മെഡിസിൻസോ, ഇതിനൊക്കെ വരുന്ന ചെലവുകൾ നമ്മൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിട്ടുപോയി, എന്നാലും നമ്മൾ കൺസൾട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ മറ്റേതെങ്കിലും ടെസ്റ്റുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ തെറാപ്പീസോ അല്ലെങ്കിൽ മെഡിസിൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അതിനൊക്കെ വരുന്ന ചെലവുകൾ നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരും. അങ്ങനത്തെ എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. 4ാമത് പറഞ്ഞത് നമ്മൾ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആംബുലൻസ് ചാർജ്, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ നമ്മൾ പേഷ്യന്റ് അപ്പോൾ വരുന്ന ആംബുലൻസ് ചാർജിന്റെ ഒക്കെ കോസ്റ്റ് ആര് മീറ്റ് ചെയ്യേണ്ടി വരും? ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് പോളിസിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്തോളും? പേ ചെയ്തോളും. ഇത്രയുമല്ല, ഇതാണ് ഫസ്റ്റ് 4 പോയിന്റ്സ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും വായിച്ചേ, 4 പോയിന്റ്സും വായിച്ചേ.
ഓക്കെ, കംപ്ലീറ്റ് ആയോ? അല്ലെങ്കിൽ വായിച്ചോണ്ടിരിക്കുകയാണോ? കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണ്. ഓക്കെ ടാ. ഇനി നമുക്ക് ഒന്ന് എക്സ്പെൻസും കൂടി ഇൻഷുറൻസ് കമ്പനിക്ക് മെറിറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റത്തെ ആണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഡേ കെയറോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള കെയർ ഉണ്ടത്? അങ്ങനെയല്ല. നമ്മള് ഡേ കെയർ എന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ ചില ഹോസ്പിറ്റൽ നമുക്ക് ചിലപ്പോ ഒരു എന്താ പറയാ, നമ്മള് ബോധക്ഷയായിട്ടുള്ള പേഷ്യന്റിനെ കൊണ്ടുവന്നു. അപ്പൊ അല്ലെങ്കിൽ തലകറി വീണ് കൊണ്ടുവന്നു കഴിഞ്ഞാലും പേഷ്യന്റിനെ കുറച്ചു നേരം നമ്മൾ ഒബ്സർവേഷനിൽ നിർത്താറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ അങ്ങനെ ഒബ്സർവേഷന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ അവിടെ നിർത്തൂലേ, അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ കൂടുതൽ ഉണ്ടാവില്ല. ലെസ് ദാൻ 24 hours ആയിരിക്കും നമ്മൾ ആ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. അതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്. ലെസ് ദാൻ 24 hours കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. അത് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ക്ലെയിമിൽ പറഞ്ഞിട്ടുണ്ട്. ഡേ കെയർ ട്രീറ്റ്മെന്റും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോളിസിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന ചെലവുകൾ ഉണ്ടാവും. ചിലപ്പോ ഒരു സ്നേക്ക് ബീറ്റ് ചെയ്ത് വിചാരിക്കും. നമുക്കറിയാം പോയിസണസ് സ്നേക്കും ഉണ്ട്, നോൺ പോയിസണസ് സ്നേക്കും ഉണ്ട്. അപ്പൊ പോയിസണസ് സ്നേക്ക് അല്ല, നോൺ പോയിസണസ് സ്നേക്ക് ആണ് ബീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പേഷ്യന്റിന് 24 മണിക്കൂർ അല്ലെങ്കിൽ 24 hours ഒബ്സർവേഷൻ, 12 hours ഒക്കെ ഒബ്സർവേഷൻ വെക്കാറുണ്ട്. ചെറിയ സ്നേക്ക് ഒക്കെ ആണെങ്കിൽ കേട്ടോ, ചെറിയ എന്താ പറയാ, നീർക്കോലിയൊക്കെ പോലത്തെ കുഞ്ഞി പാമ്പൊക്കെ ആണെങ്കിലും ജസ്റ്റ് 12 hours ഒക്കെ ഒബ്സർവേഷനിൽ വെച്ചിട്ടാണ് പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യാറ്, വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാറ്. അങ്ങനെ വരുമ്പോ നമ്മൾ ആ ഒരു ടൈമിലേക്ക് ചിലപ്പോൾ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ പോയിസൺ ബ്ലഡിൽ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ബീറ്റ് ചെയ്തിട്ടുള്ള പേഷ്യന്റ് ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് ചെലവുകൾ വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ എക്സ്പെൻസുകൾ നമുക്ക് ഏത് ട്രീറ്റ്മെന്റ് ഭാഗമെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ പറ്റും? ഡേ കെയർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. Day care treatment. The health plan will meet the cost of all procedures and treatment undertaken as an inpatient in the hospital. നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള എല്ലാ ചെലവുകളും, ആ കോസ്റ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്, നമുക്ക് ആ ട്രീറ്റ്മെന്റ് തരുന്നതിനുള്ള പ്രൊസീജിയേഴ്സ്, അതേപോലെ ഇത് വന്നിട്ടുള്ള ചെലവുകൾ, ട്രീറ്റ്മെന്റ് വന്ന ചെലവുകൾ, അത് നമുക്ക് ഇൻപേഷ്യന്റ് എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ നമ്മൾ ആ ഒരു ഡേയിൽ മാത്രമാണ്, എന്നാൽ പോലും നമുക്ക് ആ വന്നിരിക്കുന്ന ചെലവുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓർ ഡേ കെയർ ഫെസിലിറ്റി ഫോർ ലെസ് ദാൻ 24 hours. നമുക്ക് 24 hoursന് കുറവാണെങ്കിൽ പോലും നമുക്ക് ആ എക്സ്പെൻസ് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്? ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ചില സ്നേക്സ് പോയിസൺസ് അല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ സെയിം ആണ്. കൊടുക്കുന്ന ഏകദേശം ട്രീറ്റ്മെന്റ്, ആദ്യ സമയത്തൊക്കെ കൊടുക്കുന്ന ഏകദേശം ട്രീറ്റ്മെന്റ് സെയിം ആണ്. അപ്പൊ അവിടെ വരുന്ന ചെലവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഹെൽത്ത് കവർ വിൽ ഗീവ് യു എ ലംസം amount daily in case of hospitalization. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ചില ഹോസ്പിറ്റൽസ് ഡെയിലി വരുന്ന എക്സ്പെൻസ് അവരെ മീറ്റ് ചെയ്തോളാം. നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പേഷ്യന്റ് അഡ്മിറ്റ് ആവുമ്പോൾ ചോദിക്കും നമ്മളോട് ഇൻഷുറൻസ് പോളിസിയുടെ ഡീറ്റെയിൽസ് തരണം, നമ്പർ തരണം ഒക്കെ പറയും. അപ്പൊ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവര് അലൗ ചെയ്തു. പേഷ്യന്റിന് സീരിയസ് ആണ് കണ്ടീഷൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്തു? അലൗ ചെയ്തു. അവർ ഡേ ടു ഡേ ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് ആണ്, ഡെയിലി വരുന്ന എക്സ്പെൻസ് ഡെയിലി അവർ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുന്ന ചെലവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. അപ്പൊ ലംസം എമൗണ്ട്, ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള എമൗണ്ട് മൊത്തം നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് എത്രയാണോ ചെലവ് വന്നത് അത് നെക്സ്റ്റ് ഡേ പേ ചെയ്യും. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു സ്കീം നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിലോ ഹെൽത്ത് ഇൻഷുറൻസിലോ ഉള്ള ഒരു സ്കീമാണ് ഇൻകം ബെനിഫിറ്റ്സ്. അത് ലംസം നമുക്ക് അല്ല മോനെ, ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പേഷ്യന്റ് വിട്ടുപോയിട്ടുണ്ടാവും. നമ്മൾ ലെസ് ദാൻ 24 hours ആണല്ലോ പേഷ്യന്റ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വന്നിട്ടുള്ള ചെലവ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ നമ്മുടെ ആര് മീറ്റ് ചെയ്യും? ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യും. 6th എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ഡെയിലി വരുന്ന എക്സ്പെൻസ് ഉണ്ടാവും അല്ലെ?
ഇന്ന് ഇത്രയും രൂപ എക്സ്പെൻസ് വന്നിട്ട് അത് അന്നന്ന് കൊടുക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ. ഇപ്പൊ ഇന്നത്തെ എക്സ്പെൻസ് നാളെ കൊടുക്കും, നാളത്തെ എക്സ്പെൻസ് നെക്സ്റ്റ് ഡേ കൊടുക്കും. അപ്പൊ ഡേ ടു ഡേ ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് ലംസം എമൗണ്ട് അന്നു തന്നെ എക്സ്പെൻസ് അന്ന് എന്ത് ചെയ്യും, അവർ മീറ്റ് ചെയ്യും. ഇനി അടുത്താണ് ഇൻകം ബെനിഫിറ്റ്സ്. ഓക്കെ, ഇതിൽ കൊമേഴ്സ് സ്റ്റുഡൻസ് ആരൊക്കെയുണ്ട്? ഞാൻ ചോദിക്കുമ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസിന് കണക്ട് ചെയ്യുന്ന വെച്ചാല് അവർ ഇതൊക്കെ പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണേ കേട്ടാ, വേറെ ആർക്കൊന്നും തോന്നണ്ട. കൊമേഴ്സ് സ്റ്റുഡൻസ് ആരൊക്കെ ഉണ്ട് ആണ്. ഓക്കെ, നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ബികോമില്. ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി എന്ന് കേട്ടിട്ടുണ്ടോ? ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി കേട്ടിട്ടുണ്ടോ? ഒരു എസ് ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി, ഇൻഷുറൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി ഉണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ എന്ത് സംഭവിച്ചു, നഷ്ടം സംഭവിച്ചു, കുറച്ച് നാളത്തേക്കെങ്കിലും ആ കമ്പനി സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് നമ്മൾ കമ്പനി അവർക്ക് വന്നിരിക്കുന്ന നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ലോസ് ആര് കോമ്പൻസേറ്റ് ചെയ്യും? ഇൻഷുറൻസ് കമ്പനീസ് കോമ്പൻസേറ്റ് ചെയ്യും. ഇതിന്റെ ഒരു ഇൻഡിവിജ്വൽ ഫോം അല്ലെങ്കിൽ ഒരു ചെറിയൊരു സിമ്പിൾ ഫോം ആണ് ഇൻകം ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്നത്. എന്താണ് ഇൻകം ബെനിഫിറ്റ്സ്? ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ആരാണ് എൽഡസ്റ്റ് മെമ്പർ, അല്ലെങ്കിൽ ഇപ്പൊ ആരാണ് ഫാമിലി മെയിൻ ആയിട്ട് ഇൻകം ഉള്ള ഒരാൾക്ക് ഇൻഷുറൻസ് എടുത്തു വിചാരിക്കും, മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഇൻകം നഷ്ടപ്പെടുന്ന സമയത്ത് ആക്സിഡന്റോ മറ്റെന്തെങ്കിലും അസുഖമായിട്ട് ഇൻകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഞങ്ങൾ എന്ത് ചെയ്തോളാം, മീറ്റ് ചെയ്തോളാം എന്ന് ആ ക്ലെയിമിൽ പറഞ്ഞിട്ടുണ്ടാവും. ലോസ് ഓഫ് ഇൻകം, ലോസ്റ്റ് ഇൻകം നമുക്ക് റീപ്ലേസ് ചെയ്ത് തരും. അപ്പൊ ആ ഫാമിലിക്ക് നഷ്ടം വന്നിട്ടുള്ള പൈസ ആര് തരും? ഇൻഷുറൻസ് കമ്പനി തരും. ഇപ്പൊ അയാൾക്ക് നമുക്ക് ഈ ഇൻഷുറൻസ് പോളിസി എടുത്ത ആൾക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല, അദ്ദേഹത്തിന്റെ ഇൻകം ഈ ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് ആക്സിഡന്റ് കാരണം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പോളിസിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇൻകം ബെനിഫിറ്റ് സ്കീമാണ്. അദ്ദേഹത്തിന്റെ ഇൻകം എപ്പോഴെങ്കിലും ആക്സിഡൻസോ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ഇൻകം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ അത്രയും ദിവസത്തെ ഇൻകം ആര് തരും? ഇൻഷുറൻസ് കമ്പനി തരും. നോക്കാട്ടോ, കുറച്ച് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് ഏത് ഇൻകം ബെനിഫിറ്റ്സ്. നമ്മൾ ആരും കോമൺലി കേട്ടിട്ടുണ്ടാവില്ല. എനിക്ക് ബിസിനസിന്റെ ഒക്കെ കാര്യത്തിൽ അത്യാവശ്യം കുഴപ്പമില്ല, കാരണം വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി എടുക്കാറുണ്ട്. വലിയ കമ്പനീസും വലിയ ബിസിനസ് ഫേംസ് ഒക്കെ, ഇൻഡിവിജ്വൽസ് അധികം ആരും ഈ സ്കീമേ കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഇത് മനസ്സിലാവും. സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ പ്രൊവൈഡ് എ ലംസം സം to your family to replace the lost income for the family in the case of your absence. നമ്മുടെ ആബ്സെൻസിൽ നമുക്ക് ആക്സിഡന്റോ ഇൽനെസ്സോ സംഭവിച്ച് നമ്മൾ എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ആ സമയത്ത് നമ്മുടെ ഫാമിലിക്ക് എന്ത് നഷ്ടപ്പെടാണ്? ആ ഒരു ഏർണിംഗ് മെമ്പറിന്റെ അല്ലെങ്കിൽ ഏർണിങ്സ് നഷ്ടപ്പെടാണ്. അപ്പൊ ആ ഏർണിങ്സ് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി നമുക്കൊരു ലംസം എമൗണ്ട് തരാണ്. ഇത്രയും നാളത്തേക്ക് ആൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഇൻഷുറൻസ് ലംസം എമൗണ്ട് തരാണ്. അങ്ങനെ കൊടുക്കുന്ന പൈസേനെയാണ് നമ്മൾ ഇൻകം ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന സ്കീമിൽ പറയണത്. ഓക്കെ, ഒന്നുകൂടി പറയാം. നമുക്ക് ആ ഒരു പേഷ്യന്റിന് ആ ഒരു കുറച്ച് നാളത്തേക്കാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഏൺ ചെയ്യാനായിട്ട് പറ്റില്ല, അദ്ദേഹത്തിന് ഏണിങ്സ് അവിടെ നഷ്ടമായി. അപ്പൊ ആ ഏണിങ്സിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലംസം എമൗണ്ട് ആര് തരും? ഇൻഷുറൻസ് കമ്പനി തരും. ആ ലംസം എമൗണ്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ഇൻകം ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇൻകം നഷ്ടപ്പെട്ടു പോയപ്പോഴും ആ ബെനിഫിറ്റ്സ് അദ്ദേഹത്തിന് ആര് കൊടുക്കുന്നുണ്ട്? ഇൻഷുറൻസ് ക്ലെയിം അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇതാണ് എന്ത് ഇൻകം ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി, 3 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി.
ഓക്കെ, വായിച്ചോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. നമ്മളുടെ ഇന്ത്യയില് ഇൻഷുറൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസ് മാറ്റേഴ്സും ഹാൻഡിൽ ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയുടെ പേരാണ് ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI. നമ്മള് കൊമേഴ്സ് സ്റ്റുഡൻസിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ്. കുറെ കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, പവേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ആരാണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. നമ്മുടെ ഇൻഷുറൻസിന്റെ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഓവറോൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. എല്ലാ ഇൻഷുറൻസിന്റെയും ഒരു ഹെഡ്, എല്ലാ ഇൻഷുറൻസ് കമ്പനീസിന്റെയും ഒരു ഹെഡ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? IRDAI ആണ്. അതിന്റെ ഫുൾ ഫോം ആണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആ ഫുൾ ഫോമും പഠിച്ചു വെക്കുക, ഷോർട്ട് ഫോമും പഠിച്ചു വെക്കുക. ഓക്കെ. നമ്മൾ IRDAI പറഞ്ഞിട്ടുണ്ട് കുറച്ച് അസുഖങ്ങൾ നമ്മൾ എന്തിൽ കവർ ചെയ്യില്ല എന്ന്, ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് എന്ത് കിട്ടില്ല? ക്ലെയിം കിട്ടില്ല. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏതെല്ലാം ഇൻഷുറൻസ് ആണ് നമ്മൾ, ഏതെല്ലാം മെഡിക്കൽ ട്രീറ്റ്മെന്റിനാണ് ഇൻഷുറൻസ് കവറേജ് കിട്ടാത്തത്? നോക്കിയേ, കോസ്മെറ്റിക് സർജറീസ്, പ്ലാസ്റ്റിക് സർജറി ഒക്കെ ഇല്ലേ, സ്കിന്നിലോ മറ്റെന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറീസ്, കോസ്മെറ്റിക് സർജറീസ്. ഓക്കെ, IRDAI ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫുൾ ഫോം ആണ് IRDAI പറഞ്ഞിട്ടുണ്ട് കുറച്ച് അസുഖങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസിന് നമുക്ക് എന്ത് കിട്ടില്ല? ഇൻഷുറൻസ് കവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഏതെല്ലാമാണെന്നാണ് നോക്കുന്നത്. കോസ്മെറ്റിക് സർജറീസ്, IVF ആൻഡ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. IVF നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, അതേപോലെ പ്രഗ്നൻസി, അബോർഷൻ കേസസ്, മിസലേനിയസ് ചാർജസ്, മറ്റ് അതർ ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ചാർജ്, നമ്മുടെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചാർജ്, അഡ്മിഷൻ ഫീസ് ആൻഡ് ദ സർവീസ് ചാർജ് കണക്റ്റഡ് വിത്ത് ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ സർട്ടൻ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. നമ്മുടെ ഇൻഷുറൻസ് പ്ലാനിൽ ഇങ്ങനെ ട്രീറ്റ്മെന്റ്സിനൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, കവർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും അവർ എന്ത് ചെയ്യേണ്ട? പോളിസി എടുക്കുന്ന സമയത്ത് ഇൻഷുററും ഇൻഷുറും കൂടി ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടണം. ആ എഗ്രിമെന്റിൽ ഇങ്ങനെ ട്രീറ്റ്മെന്റ്സ് ഒന്നും കവർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവർ ക്ലെയിം ചെയ്താൽ നമുക്ക് റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? പ്രൂഫ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ പ്രൂഫ് ഉണ്ട്, അപ്പൊ അവർ റിജക്ട് ചെയ്യും. ഹെൽത്ത് സപ്ലിമെന്റ്സ്, മറ്റേ ഹെൽത്ത് സപ്ലിമെന്റ്സ്, നിങ്ങൾക്ക് ഹെൽത്ത് സപ്ലിമെന്റ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പ്രോട്ടീൻ ഡ്രിങ്ക്സ് ഒക്കെ ഇല്ലേ? ഈ പ്രോട്ടീൻ ഡ്രിങ്ക്സ് നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രോട്ടീൻ ഡ്രിങ്ക്സ് ഒന്നും മറ്റ് ഹെൽത്ത് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡ്രിങ്ക്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും വണ്ണം വെക്കാൻ വേണ്ടിയിട്ടും എനിക്ക് കഴിക്കുന്ന ഈ പ്രോട്ടീൻ ഡ്രിങ്ക്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് അതേപോലത്തെ കുറച്ച് ഫേമുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫേമുകളിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിനുള്ള പൈസ ആരുടെ ഇൻഷുറൻസ്, പ്രോട്ടീൻ പൗഡർ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ വരുന്ന ചെലവുകൾ ആര് മീറ്റ് ചെയ്യില്ല? ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യൂല. ഓക്കെ, ഇതിവിടെ ഒരു പോയിന്റ് ഉള്ളത്, ഇത് ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് അവിടെ പോയിന്റ് ഇല്ല കേട്ടോ, അത് കണക്റ്റഡ് ആണ്. ഹെൽത്ത് സപ്ലിമെന്റ്സ് എന്ന് കഴിഞ്ഞിട്ട് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇൻ ഇന്ത്യ ഹെൽത്ത് സപ്ലിമെന്റ് എക്സ്പെൻസസ് ആൻഡ് പ്രോട്ടീൻ ഷേക്ക് എക്സ്പെൻസസ് ആർ നോട്ട് കവേർഡ് ഇൻ. ഇത് മാറ്റി ആൻഡ് എന്നാക്കല്ലേ, ഇവിടെ ഇന്നാക്കി എല്ലാവരും, ആൻഡ് എന്നുള്ളത് ഇന്നാക്കി. are covered in, okay, in health insurance. So are covered in health insurance, are not covered in health insurance. ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ആണ്. ഹെൽത്ത് സപ്ലിമെന്റ്സിനും അതേപോലെ മറ്റ് പ്രോട്ടീൻ ഷേക്സിനും വരുന്ന എക്സ്പെൻസുകൾ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ എന്ത് ചെയ്യുന്നില്ല? കവർ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ, നമുക്ക് ആ പോളിസി എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ആ ഒരു അസുഖം ഉണ്ടായിരുന്നു. പോളിസി എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ആ അസുഖം ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഏതാണ്, ഇമ്മാനുവൽ സിനിമയാണ് പറഞ്ഞത് അല്ലെ. ഇമ്മാനുവൽ എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ ഒന്ന് കാണാട്ടാ. അതില് ആ ഒരു പേഷ്യന്റിന് ആ ഒരു മുക്ത അവതരിപ്പിച്ച ക്യാരക്ടറിന് ക്യാൻസർ ആയിരുന്നു. അപ്പോ അത് അവർ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്തില്ല, പെർമിറ്റ് ചെയ്തില്ല. കാരണം അവരുടെ ക്ലെയിം അലോ എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ആയതുകൊണ്ട് ഇതേപോലത്തെ അസുഖങ്ങൾ അവർക്ക് മുന്നേ ഉണ്ടായിരിക്കാം എന്നുള്ള അസംഷൻ. കാരണം ഇങ്ങനത്തെ അസുഖങ്ങൾ മുന്നേ വരാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് മുമ്പേ അത് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അത് മുന്നേ വന്ന അസുഖമായിരുന്നു, പേഷ്യന്റിനെ പോളിസി എടുത്ത സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആ ക്ലെയിം റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആർക്കുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിനുണ്ട്. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, പക്ഷെ അത് ഡോക്ടർക്ക് പരിശോധിച്ച് ഉറപ്പൊക്കെ വരുത്തണം. ഓക്കെ, പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസിന് നമുക്ക് ക്ലെയിം കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പോളിസി എടുക്കുന്നതിന് മുമ്പേ ഉള്ള ഹെൽത്ത് ഇഷ്യൂസിന്. ദ ഡിസീസ് വിച്ച് ആർ എക്സിസ്റ്റഡ് ഏർലിയർ, നമുക്ക് മുമ്പേ ഉള്ള അസുഖങ്ങളാണ്. ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് റൈറ്റ് അവേ, ഇതൊന്നും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ എന്തില്ല, കവർ ചെയ്യില്ല. സം പ്ലാൻസ് ഡു നോട്ട് പ്രൊവൈഡ് കവർ ഫോർ ഹൈ ബ്ലഡ് പ്രഷർ, ചില ഇൻഷുറൻസ് പ്ലാനുകളിൽ ഹൈ ബ്ലഡ് പ്രഷർ ഓർ ഡയബറ്റിക്സ് വൻ മെനി അതർ ടു ഒന്നും കവർ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ചില ഹെൽത്ത് ഇൻഷുറൻസിൽ, അതായത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അങ്ങനെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പ്രീമിയം, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ വയ്ക്കും. എക്സ്ട്രാ പ്രീമിയം പേ ചെയ്താല് ഈ അസുഖങ്ങൾക്കുള്ള എന്താണ് കവർ ഞങ്ങൾ തരാം. ഈ അസുഖങ്ങൾ മൂലം വരുന്ന സൈഡ് എഫക്ട്സിനുള്ള ട്രീറ്റ്മെന്റ് കൂടി ഞങ്ങൾ കവർ തരാമെന്ന് പറയുന്നത്. അതപ്പോ അവര് കൂടുതൽ പ്രീമിയം ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. ദ ഇൻഷുറർ വിൽ പ്രൊവൈഡ് എ ഡ്യൂറേഷൻ ആഫ്റ്റർ വിച്ച് ദ ക്ലെയിം ഫോർ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ ക്യാൻ ബി മെയ്ഡ്. അപ്പോ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷന് ക്ലെയിം ഇത്ര കാലയളവ്, ഇത്ര വെയിറ്റിംഗ് പീരീഡ് അവർ കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു പീരീഡ്, ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓരോ കമ്പനി അനുസരിച്ച് വെയിറ്റിംഗ് പീരീഡിൽ വ്യത്യാസമുണ്ട്. അപ്പോ കോമൺലി 12 to 48 months ആണ് വെയിറ്റിംഗ് പീരീഡ്. 12 months to 48 months വരെയാണ്. അതിന്റെ ഇടയിലായിരിക്കും വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്നത് സാധാരണ കമ്പനീസ്. അത് ചില കമ്പനീസിന് വ്യത്യാസം, ചിലവർ ഷോർട്ട് വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും, ചിലവർ ലോങ് വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും. The waiting period depends on the insurer and can be between 12 to 48 months. അപ്പൊ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 12 മുതൽ 48 മാസം വരെയൊക്കെ വരും, അതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ എന്താ പറഞ്ഞത്, പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിൽ അത് പേഷ്യന്റിന് ഓൾറെഡി ഉള്ള അസുഖമായിരുന്നെങ്കിൽ അവരെ കവർ തരില്ല, നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റിക്സ് ആയിട്ടുള്ള പേഷ്യൻസിനൊന്നും ഇൻഷുറൻസ് സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് അവര് ക്ലെയിമിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അതേപോലെ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്ത് ഇത്ര നാളത്തിനുള്ളിൽ, ഇത്ര ടൈമിന്, ഇത്ര ഡ്യൂറേഷനുള്ളിൽ നമുക്ക് ഫസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് വെയിറ്റിംഗ് പീരീഡ് എന്നാണ് ആ ഒരു പീരീഡിനെ പറയുന്നത്. ഇൻഷുറൻസ് പോളിസി എടുത്ത് 12 മാസം to 48 months വരെയാണ് സാധാരണയായിട്ട് ഇൻഷുറൻസ് കമ്പനീസ് വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുക. ഇനി അടുത്തൊരു പോയിന്റ് ആണ് സെൽഫ് ഹാം. സ്വയം ഇൻഷുറൻസ് ഉണ്ടാക്കിയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൈ മുറിച്ച് ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്നും എന്ത് ചെയ്യില്ല, ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല. ഞാൻ സ്വയം ആക്സിഡൻസ് എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് എനിക്ക് എന്ത് വേണം, ഇൻഷുറൻസ് ക്ലെയിം വേണമെന്ന് പറഞ്ഞാലും ഇൻഷുറൻസ് കമ്പനി അലൗ ചെയ്യില്ല. Health insurance also does not cover any injury or medical issues rising from the person that causes themselves harm. അദ്ദേഹം തന്നെ വരുത്തി വെച്ചിട്ടുള്ളത്, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ഹാം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറീസോ മെഡിക്കൽ ഇഷ്യൂസോ വരാണെങ്കിൽ അതിനുള്ള കവറേജും ആര് തരില്ല, ഇൻഷുറൻസ് കമ്പനി തരില്ല. ഇത്രയുമാണ് IRDP പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ക്ലെയിം കൊടുക്കില്ല, റിജക്ട് ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. കോസ്മെറ്റിക് സർജറി അറിയാലോ, പ്ലാസ്റ്റിക് സർജറി ആണ്. IVF ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ്, അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. പ്രഗ്നൻസി, മറ്റ് അബോർഷൻസോ, മിസ്ലേനിയസ് ചാർജസ്. ഇനി നമ്മളുടെ ക്ലെയിമിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യില്ല, കവർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസുകളെല്ലാം. ഇനി മറ്റ് ഹെൽത്ത് സപ്ലിമെന്റ്സോ പ്രോട്ടീൻ ഷേക്കിനോ വരുന്ന ചെലവുകളൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യില്ല. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ, നമുക്ക് മുന്നേ ഉള്ള അസുഖമായിരുന്നെങ്കിൽ അതിനുള്ള കവറേജ് അവർ തരില്ല. അതേപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡ് ഇമ്പോർട്ടന്റ് ആണ്. വെയിറ്റിംഗ് പീരീഡ് നമ്മൾ പോളിസി എടുത്ത് ഒരു 12 months to 48 months
മന്ത്സ് വരെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് അവർ തരാറുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് ക്ലെയിം ചെയ്യേണ്ടത്. ആ ഒരു ഡീറ്റെയിൽസ്. പിന്നെ സെൽഫ് ഹാം, സ്വയം എന്തെങ്കിലും വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റും നമ്മൾ ആർക്കും കൊടുക്കില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ക്ലൈന്റിന് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി ഏതെല്ലാമാണ് നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്, ഏതെല്ലാം അസുഖങ്ങൾക്കാണ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വേഗം റീഡ് ചെയ്തേ. ക്ലെയിം നഷ്ടപരിഹാരം, മറന്നുപോയോ ഫർസാന? നമുക്ക് നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണ്? എല്ലാവരും വായിച്ചോ? നഷ്ടപരിഹാരം എന്താണ് ക്ലെയിം? നഷ്ടപരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവിക അതാണ് ഉദ്ദേശിച്ചേടാ. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വന്ന ചെലവുകളെയാണ്, നമുക്ക് വന്നിരിക്കുന്ന ആ എക്സ്പെൻസിനെയാണ് നമ്മൾ നഷ്ടപരിഹാരം എന്ന് പറയുന്നത്, ക്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് ഏതെല്ലാം അസുഖങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് കിട്ടാത്തത്? ദ ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡിൽ ഞാൻ പറഞ്ഞ 12 to 48 months ആണ് സാധാരണ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അല്ലാതെ മറ്റു പോളിസീസിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോളിസീസിൽ വെയിറ്റിംഗ് പീരീഡും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓരോ സ്കീമും ഓരോ പ്ലാനും അനുസരിച്ച് വെയിറ്റിംഗ് പീരീഡിൽ മാറ്റം ഉണ്ടാവും. നമുക്കിവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 12 to 48 months ആണ്. അപ്പൊ താഴെ പറയുന്ന അസുഖങ്ങൾക്കൊന്നും ഈ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് എന്ത് കിട്ടില്ല, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടില്ല. നോക്കാം. ഈവൻ ത്രൂ മോസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് കവർ എ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഡിസീസ്. ഇന്ന് ഒരുപാട് അസുഖങ്ങൾക്കുള്ള എന്താണ് ഡിസീസിനുള്ള കവറേജ് എവിടെ തരുന്നുണ്ട്? ഇൻഷുറൻസ് പ്ലാനുകൾ തരുന്നുണ്ട്. There are some kinds of illness which are not covered for first few years. ചില ആദ്യത്തെ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് വെയിറ്റിംഗ് പീരീഡിൽ ഈ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾക്കുള്ള എന്ത് കൊടുക്കില്ല, ക്ലെയിമുകൾ കവർ ചെയ്യാനായിട്ട് അലോ ചെയ്യാറില്ല, ക്ലെയിം കൊടുക്കാറില്ല. Given below is the list of disease not which are covered under health insurance but comes with a waiting period. അപ്പൊ താഴെ തന്നിരിക്കുന്ന ലിസ്റ്റിലുള്ള അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡിൽ ഞാൻ പറഞ്ഞ പോലെ 12 to 48 months നമുക്ക് എന്ത് തരില്ല, ക്ലെയിം തരില്ല, അല്ലെങ്കിൽ കോമ്പൻസേഷൻ തരില്ല. ഓക്കെ, ഇതെല്ലാമാണ് എന്ന് നോക്കാം. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അൾസേഴ്സ്, നമ്മുടെ സ്റ്റൊമക്കിൽ വയറ്റിലൊക്കെ അൾസർ വന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അൾസർ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഓക്കെ, അപ്പോ അങ്ങനെ അൾസർ പോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനിൽ നമ്മൾ ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും അൾസർ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടില്ല. എനി ഫോം ഓഫ് ഫിസ്റ്റുല, നമ്മൾ എന്തെങ്കിലും ഫിസ്റ്റുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാനൊന്ന് പറയാം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ആൻ അബ്നോർമൽ ഓപ്പണിംഗ് ഓഫ് or passage
between two organs or between an organ and the surface of the body. രണ്ട് പൊള്ളയായ ഇടങ്ങൾ ചേരുന്ന ഒരു അസാധാരണ കണക്ഷനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാണെങ്കിൽ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയുന്ന റെക്ടം, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഏറ്റവും അവസാനത്തെ പാർട്ടായിട്ടുള്ള റെക്ടം, ഇതേപോലത്തെ ഒരു ഫിസ്റ്റുലയാണ്, അബ്നോർമൽ ഓപ്പണിംഗ് ആണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ റിലേറ്റഡ് പൈൽസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ട്രീറ്റ്മെന്റ് കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു അസുഖമാണ് മെയിൽ സെക്സ് ഓർഗൻസിന് വരുന്ന ഒരു അസുഖമാണ് ഈ പറയുന്ന ബെനിയൻ പ്രോസൈറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ഈ പ്രോസൈറ്റ് ഗ്രന്ഥിയിൽ അനന്തമായി വലിപ്പം വെക്കുന്നു എന്ന് വെച്ചാൽ ക്യാൻസർ അല്ല, എന്നാൽ അത് ക്യാൻസർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനെയാണ് ബെനിയൻ പ്രോസൈറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ കൊടുക്കില്ല. നെക്സ്റ്റ് ആണ് ഹെമറോയിഡ് ആൻഡ് പൈൽസ്. നമ്മള് മൂലക്കുരു, പൈൽസ്, ഫിഷർ അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സിനും നമ്മൾ ഇതിൽ വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യില്ല. ഡൈഫങ്ഷണൽ യൂറിനറി ബ്ലീഡിങ്, അസാധാരണമായിട്ടുള്ള യൂറിനറി ബ്ലീഡിങ്, അബ്നോർമൽ യൂറിനറി ബ്ലീഡിങ്ങും നമ്മൾ എന്ത് ചെയ്യില്ല, കൊടുക്കില്ല, ട്രീറ്റ്മെന്റ് കൊടുക്കില്ല. കാർട്ടാക്സ് എന്ന് വെച്ചാൽ സർജറിയാണ്. തിമിരത്തിനുള്ള ശസ്ത്രക്രിയക്ക്, തിമിരം റിലേറ്റഡ് ആയിട്ടുള്ള അസുഖത്തിന് കവറേജ് കൊടുക്കില്ല. ഹെർണിയ എന്ന് പറയുന്നത് ഒരു കുടലിറക്കം. ഹെർണിയ ഓർമ്മയുണ്ടോ? നല്ല കുട്ടികളാണെങ്കിൽ ഹെർണിയ പറയും. ഏതോ ഒരു ചാപ്റ്ററിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ഹെർണിയ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതിന്റെ അസുഖത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏത് ചാപ്റ്ററിലാണ്? ഞാൻ മറന്നുപോയി. മറന്നുപോയാ? തേർഡും ഫോർത്തിലേക്കും വന്നിട്ടുള്ളൂ. മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഡയാലിസിസ്. നോ, മറന്നുപോയിട്ടില്ലെന്നോ അല്ലെങ്കിൽ ഓർമ്മയില്ലെന്നോ? ഡയാലിസിസ് ചെയ്യും. ഡയാലിസിസ് ഓർമ്മയുണ്ട്. അപ്പൊ ഡയാലിസിസ് ഒക്കെ എനിക്ക് തോന്നുന്നു പെരിറ്റോറിയൽ ഡയാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഡയാലിസിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുടലിറക്കം എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഏത് ഹെർണിയ. നമ്മുടെ വയറിനൊരു ഇതുണ്ട്, ഒരു ബലമുണ്ട്, ഒരു മസിൽസിനൊക്കെ ഒരു അത്യാവശ്യം എന്തൊരു ബലമുണ്ട്, ആ ഒരു നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വരുമ്പോ ഒരു അസുഖമാണ് കുടലിറക്കം എന്ന് പറയും, ഹെർണിയ എന്നാണ് അതിന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന അഡിക്ഷൻ ട്രീറ്റ്മെന്റ്സ്, ആൽക്കഹോളോ, തിമിരോട്ടോ, ആൽക്കഹോള്, അതേപോലെ ഡ്രഗ്സ്, അങ്ങനത്തെ അഡിക്ഷൻ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. ഇനി ഡെന്റൽ ട്രീറ്റ്മെന്റ് നമുക്ക് ക്ലെയിം കിട്ടില്ല. ഡെന്റൽ ട്രീറ്റ്മെന്റ് അൺലെസ് ദ ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട് ഫ്രം ആൻ ആക്സിഡന്റ് ഭാഗമായിട്ടാണ്. അല്ലാത്ത ഡെന്റൽ ട്രീറ്റ്മെന്റ് ഇപ്പൊ ചിലപ്പോൾ ആക്സിഡന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇപ്പൊ ചിലപ്പോൾ ഡെന്റൽ അല്ലെങ്കിൽ നമ്മുടെ ടീത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനൊക്കെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. നമ്മുടെ ഡെന്റൽ പാർട്ടിനൊക്കെയാണ് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോവാണെങ്കിൽ കൂടുതൽ ക്ലെയിം കിട്ടും. അത് നിങ്ങൾക്ക് അറിയോ? അങ്ങനെയുണ്ട്, ഒരു സ്കീമുണ്ട്. ടീത്തിനും മോണയ്ക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ ക്ലെയിം കിട്ടാറുണ്ട്. അപ്പൊ അത് ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ ക്ലെയിമുകൾ കിട്ടാറുണ്ട്. പക്ഷെ ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് അല്ലാതെ നമ്മൾ ഈ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഡെന്റൽ നല്ല ഷേപ്പിൽ ഇരിക്കാൻ അല്ലെങ്കിൽ നല്ല കറക്റ്റ് പൊസിഷനിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട്. അതിനുള്ള ഇത് കിട്ടില്ല. എന്ത് കിട്ടില്ല? ക്ലെയിം കിട്ടില്ല. ഇനി ജനറ്റിക് ഡിസീസ് ആൻഡ് കൺജനിറ്റൽ കണ്ടീഷൻസ്, ജനിതകമായിട്ടുള്ള അസുഖങ്ങൾ. അപ്പം എനിക്ക് സംബന്ധിച്ച് എനിക്ക് തൈറോയിഡ് ജനറ്റിക് ഡിസീസ് ആണ്. അപ്പൊ അതിനുള്ള ക്ലെയിം കിട്ടില്ല. അതേപോലെ ഞാൻ ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും അസുഖം എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിലും എന്താണ് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല. നമ്മൾ എന്ത് പറഞ്ഞു? അൾസേഴ്സിന്റെ കാര്യം പറഞ്ഞു, ഫിസ്റ്റുലയുടെ കാര്യം പറഞ്ഞു, പ്രോസൈറ്റ് ഗ്ലാൻഡിന് വരുന്ന അസുഖത്തിനെ കുറിച്ച് പറഞ്ഞു, പൈൽസിനെ കുറിച്ച് പറഞ്ഞു, അബ്നോർമൽ ആയിട്ട് വരുന്ന ബ്ലീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു, തിമിരത്തിനെ കുറിച്ച് പറഞ്ഞു, ഹെർണിയ എന്ന് പറയുന്നത് കുടലിറക്കം പറഞ്ഞു. അഡിക്ഷൻ ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ ആൽക്കഹോൾ ആവട്ടെ മറ്റ് എന്ത് അഡിക്ഷൻ ആവട്ടെ, അഡിക്ഷന് വരുന്ന ട്രീറ്റ്മെന്റ് കൊടുത്താല് ഡെന്റൽ ട്രീറ്റ്മെന്റ്, ഇഞ്ചുറി ആക്സിഡന്റ് മൂലമല്ലാത്ത മറ്റെന്തെങ്കിലും
ഡെന്റൽ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് കിട്ടില്ല, ജനറ്റിക് ഡിസീസിനാണെങ്കിൽ കിട്ടില്ല. അപ്പൊ ഇത്രയും അസുഖങ്ങൾക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ഏത് കാലയളവിൽ കിട്ടില്ല? വെയിറ്റിംഗ് പീരീഡിൽ കിട്ടില്ല. അതാണ് നോട്ട് ചെയ്യേണ്ടത്. വെയിറ്റിംഗ് പീരീഡിൽ കിട്ടാത്ത ട്രീറ്റ്മെന്റുകളാണ് ഞാൻ പറഞ്ഞത്. വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ അവൈലബിൾ ആണ്. വെയിറ്റിംഗ് കാലയളവിൽ, വെയിറ്റിംഗ് പീരീഡിന്റെ ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ഒന്നും അലൗ ചെയ്യില്ല. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം എന്ത് ചെയ്യില്ല, അലൗ ചെയ്യില്ല. അവര് ഡിനൈ ചെയ്യും, റിജക്ട് ചെയ്യും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയും. ഈ അസുഖങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇൻഷുറൻസ് എടുത്തു. ഞാൻ ഇന്ന് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് മുതൽ ഒരു 12 മാസം ടു 48 മന്ത്സിൽ എന്റെ ഇൻഷുറൻസ് കമ്പനി വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും. 12 to 48 മന്ത്സ് ആണ് സാധാരണയായിട്ട് എല്ലാ ഇൻഷുറൻസ് കമ്പനീസും വെയിറ്റിംഗ് പീരീഡിനുള്ളിലായിരിക്കും പറയുന്നത്. അപ്പൊ ഈ ഒരു കാലയളവിൽ നമുക്ക് ഈ പറയുന്ന അസുഖങ്ങൾക്കൊന്നുള്ള ട്രീറ്റ്മെന്റ് അലൗ ചെയ്യൂല. അത്രേ ഉള്ളൂ. വെയിറ്റിംഗ് പീരീഡ് ജസ്റ്റ് ഒരു എനിക്കിപ്പോ ഒരു പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, ഞാൻ ആരോടും പറയാണ്ട് പോയി വലിയൊരു എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ പോളിസി എടുത്തു. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിനെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്രോഡ് കാണിക്കുന്നത് പോലെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനീസ് അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അസുഖ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യില്ല, അലൗ ചെയ്യില്ല. അതേപോലെ ഇൻഷുറൻസ് അതിന് മുമ്പ് പറഞ്ഞത് IRDBI പറഞ്ഞിട്ടുണ്ട്, IRDAI പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾക്കൊന്നും ട്രീറ്റ്മെന്റ് കിട്ടില്ല, ഒട്ടും കവർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്. അവിടെയാണ് ഈ വെയിറ്റിംഗ് പീരീഡിന്റെ ടൈം പറയണേട്ട്, അതൊന്ന് നോട്ട് ചെയ്യണേ. ഇനി ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഫസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്. നമുക്ക് എന്തെങ്കിലും രോഗമോ അപകടമോ പറ്റി നമ്മൾ ചികിത്സയുടെ ആവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും, അഡ്മിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് നമുക്ക് വരുന്ന ചെലവുകൾ നമുക്ക് ആര് കവർ ചെയ്തോളും? നമ്മൾ ഇൻഷുറൻസ് എടുത്ത ഇൻഷുറൻസ് കമ്പനി നമുക്ക് എന്ത് ചെയ്തോളും, ക്ലെയിം ചെയ്തോളും. അത് ചിലപ്പോ എന്താണ് നമ്മുടെ അത് ചില ഇൻഷുറൻസ് കമ്പനീസ് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്, അദ്ദേഹത്തിന് മെഡിക്കൽ റെക്കോർഡ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ മിക്ക ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. ബൈ ചാൻസ് ചില ക്യാൻസർ ഒന്നും നമുക്ക് എത്ര ടെസ്റ്റ് ചെയ്താലും കണ്ടുപിടിക്കാനായിട്ട് പറ്റണമെന്നില്ല കേട്ടോ. അപ്പോ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കൊടുക്കാറുണ്ട്, ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഭൂരിഭാഗം ഇൻഷുറൻസ് കമ്പനീസും അലൗ ചെയ്യുന്നത് ഇൻഷുറൻസ്. അത് ഏജ് ബേസിലാണ് കൊടുക്കാറ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 13 to ആ ഒരു ഏജിലൊക്കെ ഉള്ളവർക്ക് ഇൻഷുറൻസ് വേറെ മെഡിക്കൽ ചെക്കപ്പ് ഒന്നും ചെയ്യണ്ട. പക്ഷെ ഒരു 45-50 എത്തുമ്പോൾ നമുക്ക് കുറച്ചറിയാം റിസ്ക് കൂടുതലാണ്. അപ്പൊ അവരെന്തെങ്കിലും ഫുൾ ബോഡി മെഡിക്കൽ ചെക്കപ്പ് നടത്തണം, അതിന്റെ റിസൾട്ട് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഇപ്പൊ ബ്ലഡ് പ്രഷറോ അതേപോലെ ഡയബറ്റിക് ഒക്കെ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അപ്പൊ ഭാവിയിൽ നമുക്ക് കൂടുതൽ റിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, കൂടുതൽ എമൗണ്ടിന് ഇൻഷുറൻസ് എടുക്കുക, സാധാരണ സ്കീമിൽ എടുക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയൊരു എന്താണ് ഒരു ബിസിനസ് മൈൻഡ് ആണ് ഇൻഷുറൻസ് കമ്പനീസിനൊക്കെ. അപ്പൊ അതും കൂടി നോക്കിയിട്ട് അവർക്കും വസ്തു വരാൻ പാടില്ല, ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കും നഷ്ടം വരാൻ പാടില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇൻഷുറൻസ് എടുക്കാറ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്. നമുക്ക് എന്തെങ്കിലും ആക്സിഡൻസോ ഇൽനെസ്സോ വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ അവിടെ വരുന്ന ചെലവുകൾ ആര് മീറ്റ് ചെയ്തോളും? നമ്മുടെ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്തോളും. ഇൻഡെംനിറ്റി കവർ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടപരിഹാരം, നമുക്ക് അവിടെ എത്ര രൂപയാണോ ചെലവ് വന്നത് ആ ഒരു പൈസ നമുക്ക് തരും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാ ബില്ലും നമുക്ക് ചെലവ് വന്നിട്ടുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് വേണം. എല്ലാ മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാവും.
അപ്പോ മെഡിക്കൽ റെക്കോർഡിലെ എല്ലാ ബില്ലുകളും എല്ലാ ട്രീറ്റ്മെന്റുകളും എടുത്തതിന്റെയും അതേപോലെ എല്ലാ ടെസ്റ്റ് നടത്തിയതിന്റെ റിസൾട്ടും എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോ ഇതെല്ലാം ചെയ്ത് അവർ അപ്രൂവ് ചെയ്തു, ഓക്കെയാണ്, പേഷ്യന്റ് ലീഗൽ ആയിട്ടാണ് മൂവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ക്ലെയിം നമുക്ക് എന്ത് ചെയ്യും? അലോ ചെയ്യും. നോക്കാം. Hospitalization cover. Hospitalization cover provide the insured a cover for all the expenses arising out of hospitalization owing to the treatment needed for illness or accident. നമുക്കൊരു ഇൽനെസ്സോ ആക്സിഡന്റോ സംഭവിച്ച് നമുക്കൊരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ വരുന്ന നമുക്ക് എല്ലാ ചെലവുകളും നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് എന്ത് ചെയ്തോളും? കവർ ചെയ്തോളും. ദിസ് ഈസ് ആൻ ഇൻഡെമിനിറ്റി കവർ. ഇതാണ് ഒരു ഇൻഡെമിനിറ്റി കവർ. ഫുൾ ഇൻഡെമിനിറ്റി കവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നഷ്ടപരിഹാരം, ഫുൾ നഷ്ടപരിഹാരം, ഇൻഡെമിനിറ്റി എന്ന് വെച്ചാൽ നഷ്ടപരിഹാരമാണ്. വിച്ച് എൻഷുർ make the good for the loss the insured is suffering from. അതെന്ന് വെച്ചാല് അദ്ദേഹത്തിന് ഇപ്പോ ആ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ അത് എന്തെങ്കിലും make the good, അത് ഒന്ന് നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. All the expenses are met എന്നാക്കട്ടാ, ഇത് net എന്നാണ്, അതൊന്ന് മാറ്റി ഒന്ന് met. നമ്മൾ മീറ്റ് എന്നുള്ള മീനിങ് MET എന്നാക്കണോണ്ട് അത് MET, NET അല്ല, MET. Based on detailed mention on required bill and hospital document. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള നമുക്ക് വന്നിട്ടുള്ള ചെലവുകളുടെ എക്സ്പെൻസിന്റെ ബില്ല്, നമുക്ക് ആ കറക്റ്റ് ബില്ലും ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈച്ച് കവർ കംസ് വിത്ത് ഇറ്റ്സ് ഓൺ കവറേജ്. നമ്മുടെ കവറേജിൽ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കവർ എന്ത് ചെയ്താൽ മതി? പെർമിറ്റ് ചെയ്താൽ മതി. ചില കേസുകൾ എക്സ്ക്ലൂഷൻ ഉണ്ടാവും. മോളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വെയിറ്റിംഗ് പീരീഡിലാണെങ്കിൽ മോളിൽ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും നമുക്ക് ക്ലെയിം കിട്ടില്ല. ആൻഡ് ലിമിറ്റേഷൻസ്, അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് വന്നിട്ടുള്ള നമ്മൾ മെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പെൻസിന്റെയും ബില്ലും ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സും നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്ത് അപ്പൊ അവരെ വെരിഫൈ ചെയ്ത് ഹോസ്പിറ്റലായിട്ട് കോണ്ടാക്ട് ഏർപ്പെട്ട് അവർ ഒന്ന് കോണ്ടാക്ട് ഒക്കെ ചെയ്ത് കറക്റ്റ് ആണോ ഈ പറഞ്ഞിട്ടുള്ള ടൈമില് ഇന്ന് പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ ബില്ലും അവർ എന്തെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യും. ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സ്, നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ള എമൗണ്ടും ഒക്കെ വെച്ച് അവർ വെരിഫൈ ചെയ്ത് എല്ലാം ഉറപ്പ് വരുത്തി അവർക്കും ഒരു നഷ്ടമില്ല, നമുക്കും നമ്മളെ നഷ്ടം മാത്രം നികത്താം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്യും? ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ക്ലെയിം പാസ്സാക്കുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാര് ഇൻഷുറൻസ് ഒക്കെ എടുക്കും, എന്നിട്ട് കുറച്ച് എന്റെ ഫ്രോഡൊക്കെ കാണിക്കും. അത് വേണ്ട, അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു നല്ല രീതിയിൽ ക്രോസ് ചെക്ക് ഒക്കെ ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? കോമ്പൻസേഷൻ നമുക്ക് തരുന്നത്. ഓക്കെ, ഇതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവർ ആണ് കേട്ടോ. അടുത്തൊരു അടുത്തൊരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ടൈപ്പ് ആണ് hospitalization cash cover. Hospitalization cash cover attend to those expenses which are not covered under a pure hospitalization cover. സാധാരണയായിട്ട് പ്യൂർ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ എന്ത് ചെയ്യാത്ത ഇൻക്ലൂഡ് ചെയ്യാത്ത എക്സ്പെൻസുകളാണ് ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവർ എന്ന് പറയുന്ന സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Through the hospitalization covers medical expense, there are also incidental expenses ഉണ്ടാവും. നമുക്ക് ആ ഒരു സംഭവം നടന്നുകൊണ്ട് വന്ന ചെലവുകൾ which are non-medical in nature. ചിലത് non-medical in nature ആയിരിക്കും. There are also incidental expenses which are non-medical in nature. For example, പറയാണ് expenses due to traveling to and from the hospital or stay. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വരാനും പോവാനും വന്ന എക്സ്പെൻസ്, നമ്മുടെ ഹോസ്പിറ്റലിൽ റൂം എടുത്ത് താമസിക്കേണ്ടതായിട്ട് വന്ന എക്സ്പെൻസ്, സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസ്, പേഷ്യന്റിന് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്പെഷ്യൽ ഫുഡ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുഡുകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനു വേണ്ടി വന്ന ചെലവുകൾ സാധാരണ നോർമൽ അല്ലെങ്കിൽ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് എക്സ്പെൻസുകളാണ് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ടും ഒന്ന് വായിച്ചു നോക്കുക. ഏതാണ്? ഫസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവർ, നെക്സ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവർ. രണ്ടും ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും.
ഓക്കെ, ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ, നമ്മുടെ സാധാരണ പ്യുവർ ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഏതൊക്കെയാണ്? കൺസൾട്ടേഷൻ ഫീസ്, നമ്മുടെ റൂം റെന്റ്, അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ സാധാരണയായിട്ട് നമുക്കറിയാം കോമൺ ആയിട്ട് എന്തൊക്കെ ചെലവുകളാണ് വരുന്നത്, ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ്, ടെസ്റ്റുകൾ, അതേപോലെ മെഡിക്കൽ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് ആണ് സാധാരണ മെഡിക്കൽ എക്സ്പെൻസ് വരാറ്. അതല്ലാതെ ഇൻസിഡന്റൽ എക്സ്പെൻസുകൾ ഉണ്ടാവും. നമുക്ക് ആ ഒരു സംഭവം നടന്നുകൊണ്ട് നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ്, അത് നോൺ മെഡിക്കൽ ഇൻ നേച്ചർ ആണ്. ഹോസ്പിറ്റലിൽ നേരിട്ട് നമുക്ക് വന്നിട്ടുള്ള ചെലവുകളല്ല, നോൺ മെഡിക്കൽ ഇൻ നേച്ചർ ആണ്. എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനും വരാനും വന്നിട്ടുള്ള ചെലവ്. നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ റൂം കിട്ടിയിട്ടുണ്ടാവില്ല, അപ്പൊ നമ്മൾ ഒരു റെന്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിച്ചു സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വന്ന ചെലവ്, അല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റിന് സ്പെഷ്യൽ ഡയറ്ററി ഫുഡുകൾ വല്ലതും ഹോസ്പിറ്റലിൽ പ്രിസ്ക്രൈബ് ചെയ്തു, അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വരുന്ന ചെലവുകളെയാണ് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവർ എന്ന് പറയുന്നത്. നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആണ്, നോൺ മെഡിക്കൽ നേച്ചർ ആണ്, ഇൻസിഡന്റൽ എക്സ്പെൻസ് ആണ്. ഏത്? നമുക്ക് ആ സംഭവം നടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ സംഭവം നടന്നുകൊണ്ട് വന്ന ചെലവുകളാണ്. പുറത്ത് നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് അല്ല, പുറത്ത് വരുന്ന ചെലവുകൾ. അല്ലാതെ ചില ചെലവുകൾ ഉണ്ടാവില്ലേ നമുക്ക്, മെഡിക്കൽ എക്സ്പെൻസ് അല്ലാതെ മറ്റു ചെലവുകൾ, അതാണ് ക്യാഷ് കവറിൽ നമുക്ക് ക്ലെയിം ചെയ്യണത്. വായിച്ചു എല്ലാവരും? വായിക്കാട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ടൈം കഴിഞ്ഞു, അതുകൊണ്ട് ബാക്കി നമുക്ക് പോർഷൻ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ എടുത്തിട്ട് എന്നുവെച്ചാൽ ഹോസ്പിറ്റലൈസേഷൻ കവറും ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവറും അപ്പൊ ഞാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാം. കാരണം നമ്മുടെ പിള്ളേർ അങ്ങനെ മറന്നുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഒന്നുകൂടി റിമൈൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കവറുകൾ, ഇൻഷുറൻസ് കവറേജുകൾ എടുക്കാം. അപ്പോൾ താങ്ക് യു. എല്ലാവരും ഇതേപോലെ തന്നെ നല്ല സ്ട്രെങ്ത്തിൽ കയറണം കേട്ടോ. കാരണം നമ്മളിപ്പോ ഒരു ബാച്ച് ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞ് 2 ടൈമാണ്, 2 ഒരുമിച്ച് പറ്റണില്ലാന്നൊന്നും നോക്കിയിട്ട്, പക്ഷെ നിങ്ങൾ എന്തായാലും ക്ലാസ്സിൽ കയറണം. ഓക്കെ, താങ്ക് യു ഓൾ.